വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PACയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സയൻസ് ക്വസ്റ്റ്യൻസ് ആട്ടോ. PAC പരീക്ഷകളിൽ ആവർത്തിക്കുന്ന സയൻസ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയ SCERT ക്ലാസ്സുകളും അതുപോലെ തന്നെ PAC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമുക്കറിയാമല്ലേ, ഓരോ മീറ്റേഴ്സും ഓരോന്നും അളക്കുന്നതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്താണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്? ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാല് അളക്കുന്നത് ലാക്ടോമീറ്റർ വഴിയാണ്. അപ്പോൾ പാലാണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ ഹരിതഗൃഹവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ മീഥേന്, നൈട്രസ് ഓക്സൈഡ് എന്നിവയൊക്കെ എന്താണ്? ഹരിതഗൃഹവാതകങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, നൈട്രസ് ഓക്സൈഡ് എന്നിവ ഹരിതഗൃഹവാതകങ്ങളാണ്. നൈട്രജൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് പെടാത്തത് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, നൈട്രസ് ഓക്സൈഡൊക്കെ ഹരിതഗൃഹവാതകങ്ങളാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ഏതാണ്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ് ആയിട്ടുള്ള വൈറ്റമിൻസിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടേബിളിൽ നിന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടേബിൾ നന്നായിട്ട് പഠിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D ആണല്ലേ. വൈറ്റമിൻ D ആണ് അസ്ഥികളുടെ ആവശ്യത്തിന് അല്ലേ, അസ്ഥികളുടെ ആരോഗ്യത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണാട്ടോ. കണയാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ SCERTയിൽ പറയുന്ന ആ ഒരു ടേബിളിൽ നിന്നും ഇപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നല്ല പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കൂടി നോക്കാം കേട്ടോ. നോക്കിയേ, ഇവിടെ ഓരോ വൈറ്റമിൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. ഈ വൈറ്റമിൻസൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതുപോലെ തന്നെ ഇതുമൂലം ഏതൊക്കെ ഭക്ഷ്യധാന്യങ്ങളിലൊക്കെയാണ് ഈ വൈറ്റമിൻസ് ഉള്ളതെന്നൊക്കെ PAC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാമല്ലേ, നമ്മുടെ ക്ലാസ്സിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വൈറ്റമിനെ കുറിച്ചിട്ട് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്നുണ്ടോ കൂടുതലായിട്ടും വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വൈറ്റമിൻ K എന്ന് പറയുന്ന ആളല്ലേ, കൊഴുപ്പ് ലയിക്കുന്നവ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കൊഴുപ്പ് ലയിക്കുന്നവയാണ് എന്തെന്ന് പറയുന്നത്? വൈറ്റമിൻ K. കൊഴുപ്പ് ലയിക്കുന്നത് എന്താണ്? ആണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. വൈറ്റമിൻ K, വൈറ്റമിൻ E, വൈറ്റമിൻ K, വൈറ്റമിൻ E, വൈറ്റമിൻ D, വൈറ്റമിൻ A എന്നിവയൊക്കെ എന്താണ്? കൊഴുപ്പ് ലയിക്കുന്നവയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വൈറ്റമിൻ K എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് K വെച്ചിട്ടാണ് തുടങ്ങാം അല്ലേ. K എന്ന് പറയുന്നത് ഏതൊക്കെ ഭക്ഷ്യധാന്യങ്ങളിലാണ്? അപ്പം നമ്മൾ ഇത് നോക്കൂലേ, ഇതൊന്നും അങ്ങനെ ചോദിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ലാസ്റ്റ് ഗ്രേഡിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റമിൻ K എന്ന് പറയുന്നത് എന്തിനാണ് സഹായിക്കുന്നത്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ K ആണ്. വൈറ്റമിൻ K ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ K ആണ്. ഏതിലൊക്കെയാണുള്ളത്? കേബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലൊക്കെയാണ് വൈറ്റമിൻ K ഉള്ളത്. കേബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലാണ് വൈറ്റമിൻ K ഉള്ളത്. നെക്സ്റ്റ് വൈറ്റമിൻ E നോക്കാം. വൈറ്റമിൻ E എന്ന് പറയുന്നത് എന്തിനാണ് സഹായിക്കുന്നത്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാണ് വൈറ്റമിൻ E സഹായിക്കുന്നത്. എന്തിനാണ് വൈറ്റമിൻ E കൂടുതലായിട്ടുള്ളത്? സസ്യ എണ്ണകളിലാണ് വൈറ്റമിൻ E കൂടുതലായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വൈറ്റമിൻ K എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. കേബേജ്, ചീര, കോളിഫ്ലവർ അല്ലേ, K വെച്ച് വരുന്ന കൂടുതലും അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ. വൈറ്റമിൻ E എന്ന് പറയുന്നത് സസ്യ എണ്ണകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാണത് സഹായിക്കുന്നത്. ഇനി വൈറ്റമിൻ D, നമുക്ക് ഇടയിൽ പറഞ്ഞ പോലെ വൈറ്റമിൻ D എന്ന് പറയുന്നത് എന്താണ്? കൊഴുപ്പ് ലയിക്കുന്നവയാണ്. വൈറ്റമിൻ D എന്ന് പറയുന്നത് എന്തിലാണുള്ളത്? ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ ആണല്ലേ, എല്ലുകൾ, പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ D. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. കാരണം എല്ലാതും ഒരു പോയിന്റ് പോലും ഇടാതെ പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നത്, അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും സഹായിക്കുന്ന വൈറ്റമിൻ D ആണ്. അപ്പോൾ വൈറ്റമിൻ D എങ്ങനെയാണ് ലഭിക്കുന്നത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. വൈറ്റമിൻ D എന്ന് പറയുന്നത് സൂര്യപ്രകാശം
സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളിലുള്ളതും എന്ത് തന്നെയാണ്? വൈറ്റമിൻ ഡി തന്നെയാണ്. പാൽ ഉൽപ്പന്നങ്ങളിലുമുള്ളത് വൈറ്റമിൻ ഡി ആണ്. ഇനി വൈറ്റമിൻ എ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് എന്താണ്? വൈറ്റമിൻ എ ആണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. ഏതിലൊക്കെയാണുള്ളത്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിലാണ്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിലൊക്കെ എന്താണുള്ളത്? വൈറ്റമിൻ എ ആണുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വൈറ്റമിൻ കേടാണ് കൊഴുപ്പിലേക്കുന്നത്. വൈറ്റമിൻ കേടാണ്, അതായത് കേടാണ് കൊഴുപ്പിലേക്കുന്നത് പഠിച്ചിരിക്കാൻ മതി. അല്ലെങ്കിൽ വൈറ്റമിൻ കേട് അല്ലെങ്കിൽ അടക്കുന്നൊക്കെ പഠിച്ചിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ അടക്കായിട്ട് കൊഴുപ്പ് എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പഠിച്ചിരിക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പഠിക്കാം. അപ്പോൾ വൈറ്റമിൻ കെയും ഇയും ഡിയും എ ആണ് കൊഴുപ്പിലേക്കുന്നവ. വൈറ്റമിൻ കെ നമ്മൾ എന്ത് പറഞ്ഞു? രക്തം കട്ടപിടിക്കാൻ, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്നു. ഉള്ളത് ഏതിലൊക്കെയാണ്? ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലാണുള്ളത്. ഓക്കെ, ഇപ്പോൾ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഏതൊക്കെ ഭക്ഷ്യധാന്യങ്ങളിലാണുള്ളത് പറഞ്ഞു? കാബേജ്, ചീര, കോളിഫ്ലവർ എന്നീ പച്ചക്കറികളിലാണ് എന്തുള്ളത്? വൈറ്റമിൻ കെ ഉള്ളത്. ഇനി വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാണ് സഹായിക്കുന്നത്. സസ്യ എണ്ണകളിലാണിത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും സഹായിക്കുന്നു. ഇത് ലഭിക്കുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ തനിയെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളിലും വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ്. ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നീ ഇലകളിലൊക്കെ കൂടുതലായി കാണപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. ഓക്കെ, ഇനി ജലം നമുക്കറിയാം വെള്ളത്തിൽ ലയിക്കുന്നവയുണ്ടെന്നുള്ളത്. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നവ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ കേടാണെന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ അല്ലേ? ഉറപ്പായല്ലോ അല്ലേ? നെക്സ്റ്റ് വെള്ളത്തിൽ ലയിക്കുന്നവയാണ് പറയുന്നത് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സി ആണ് വെള്ളത്തിൽ ലയിക്കുന്നവ. അതായത് വെള്ളം ബിസിയാണ്, ജലം ബിസിയാണെന്നൊക്കെ പഠിച്ചിരിക്കാമല്ലോ. അതാണെങ്കിൽ നമുക്കറിയാം അല്ലേ, കേടാന്ന് പറയുന്നത് പഠിച്ചു വെച്ചാൽ തന്നെ ബാക്കി വരുന്ന വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും വരുന്നത് വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ഈ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് B12 വരെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും SCRT പറയുന്നില്ല. പക്ഷേ ഞാൻ അതിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് വൈറ്റമിൻ ബീസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, അതുപോലെ തന്നെ ചേമ്പില എന്നിവയിലൊക്കെ എന്താണ്? വൈറ്റമിൻ ബി കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില. ധാന്യങ്ങളുടെ തവിടാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിലും എന്ത് കാണപ്പെടുന്നുണ്ട്? വൈറ്റമിൻ ബി കാണപ്പെടുന്നുണ്ട്. ഇനി വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യത്തിനൊക്കെ സഹായിക്കുന്നത് വൈറ്റമിൻ ബി ആണ്. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ധാന്യങ്ങളുടെ തവിട്, മുട്ട, അതുപോലെ തന്നെ പാല്, ചേമ്പിൽ എന്നിവയിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ചുവന്ന രക്താണുക്കളുടെയും നിർമ്മാണം, അതുപോലെ തന്നെ ത്വക്കിൻ്റെ ആരോഗ്യത്തിനൊക്കെ സഹായിക്കുന്നത് വൈറ്റമിൻ ബി ആണ്. ഇനി വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണ്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ, പഴവർഗ്ഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട്, പഴങ്ങളിലും പച്ചക്കറികളിലും കൂടുതലായിട്ട് കാണപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, അതുപോലെ തന്നെ പപ്പായ എന്നിവയിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഈ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, ഇതുപോലെ തന്നെ പല്ല്, മോണ എന്നിവ കേടായിട്ട് വന്നപ്പോൾ എന്ത് അഭാവം മൂലമാണ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന എന്താണ്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ വൈറ്റമിൻ ബിയും സിയും പഠിച്ചു. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാനും അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യത്തിനൊക്കെ വൈറ്റമിൻ ബി സഹായിക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ ബി സി എന്ന് പറയുന്നത് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് വൈറ്റമിൻ സി ആണ്.
അപ്പം നമുക്ക് അടിയിലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ പഠിച്ചതിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. വൈറ്റമിൻ എയുടെ കുറവ് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കണ്ണാണ് കൂടുതലായിട്ട് എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവ് മൂലം കണ്ണുകളുണ്ടാകുന്ന ഗ്ലോക്കോമ, അതുപോലെ തന്നെ എന്താണ് സിറോഫ്താൽമിയൊക്കെ, നിശാന്തത എന്നിവയൊക്കെ എന്താണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അല്ലേ. നെക്സ്റ്റ്, മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഏതെല്ലാം ഇനങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാലേ മോണയുടെയും പല്ലിൻ്റെയും ത്വക്കിൻ്റെയൊക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് ഏതാണ്? വൈറ്റമിൻ ഏതാണ് പറഞ്ഞത്? വൈറ്റമിൻ സി പറഞ്ഞു അല്ലേ. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ സി ആണ് സഹായിക്കുന്നത്. അപ്പോൾ എല്ലാ പഴങ്ങളും പച്ചക്കറികളും വരുന്നുണ്ട്. അപ്പോൾ പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ സി കാണപ്പെടുന്നത്. അതായത് അതാണല്ലോ മോണയുടെ ആരോഗ്യത്തിന് സഹായിക്കേണ്ട. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. നെക്സ്റ്റ്, കൂടുതലായിട്ട് കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാൽ എന്താണ് പ്രശ്നം? ഭക്ഷണത്തിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവുകയാണ്. ഭക്ഷണത്തിൽ കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? നമുക്കറിയാമല്ലേ, കൊഴുപ്പ് ലയിക്കുന്ന പല വൈറ്റമിൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊഴുപ്പ് നന്നായിട്ട് കുറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വൈറ്റമിൻസ് അത് ലയിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത്, കൊഴുപ്പ് ലയിക്കുന്നവയാണ് വൈറ്റമിൻ കെയും ഇയും ഡിയും എയും ഒക്കെ. അപ്പോൾ അത് ലയിക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. നെക്സ്റ്റ്, ഏതെല്ലാം വിറ്റാമിനുകളാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, വൈറ്റമിൻ ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. ആഹാര വസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പസമയം ഇളം വെയിൽ കൊള്ളിക്കാറുണ്ട്. എന്തിനാണത്? സൂര്യപ്രകാശത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട്. അതെന്തിനാണ് സഹായിക്കുന്നത്? എല്ലുകളുടെയും പല്ലുകളുടെയും അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആരോഗ്യത്തിനും സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. അത് കാരണമാണ് കുഞ്ഞുങ്ങളെ ഇളം വെയിൽ കൊള്ളിക്കണമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വൈറ്റമിൻ സി നീരാവിയിൽ ലയിക്കുന്നുണ്ട്. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്ത് പോകും. അതിനാൽ എന്ത് സംഭവിക്കണം? പച്ചക്കറികളൊക്കെ അല്ലേ, അതൊക്കെ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നതാണ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് നീരാവിയോടൊപ്പം ലയിച്ച് പോകുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച ഏതാണ്? നെല്ലാണ് അല്ലേ. നെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്ന് പറയുന്ന 3 കാർഷിക കാലങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. അപ്പം ഏതൊക്കെയാണ് ഇതിൽ ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വായിച്ച് നോക്കാം നമുക്ക്. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് എന്താണ്? രക്തപര്യന വ്യവസ്ഥയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, രക്തപര്യന വ്യവസ്ഥയാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തമാണ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രക്തമാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. രക്തം, ഹൃദയം, രക്തക്കുഴലൊക്കെ എന്താണ്? രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ്. അതും ശരിയാണ് അല്ലേ. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ്. അതും ശരിയാണ്. നാഡീ വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും എന്ന് പറയുന്നുണ്ട് അല്ലേ. വൃക്കകളും കരളും ഇതിൽ വരുന്നുണ്ടോ? നാഡീ വ്യവസ്ഥയിൽ വരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ്? മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നമുക്കതിനെ ആൻസർ കിട്ടും അല്ലേ. നോക്കാം. മിത്രകീടങ്ങൾ, അതുപോലെ തന്നെ ഉറുമ്പ് പൊടി എന്ന് പറയുന്നത് ആണോ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ളതാണോ? അല്ല അല്ലേ. അപ്പോൾ ഉറുമ്പുപൊടി ഇതിൽ വരുന്നില്ല. ഓക്കെ. വേപ്പിൻ കുരു, സത്ത്, വെളുത്തുള്ളി മിശ്രിതം എന്നിവയ്ക്ക് പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള കീടനിയന്ത്രണ മാർഗങ്ങളിൽ പെടുന്നവയാണ്. മിത്രകീടങ്ങൾ, വേപ്പിൻ കുരു, സത്ത്, അതുപോലെ തന്നെ വെളുത്തുള്ളി മിശ്രിതം എന്നിവയൊക്കെ. അപ്പോൾ ഉറുമ്പുപൊടിയാണ് പെടാത്തത്. നെക്സ്റ്റ്, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതി ഏതാണ്? അപ്പോൾ വായുവിലേക്ക് വളരുന്ന രീതിയിലാണല്ലേ. അപ്പോൾ എന്താണ് വരുന്നത്? എയറോപോണിക്സ് ആണ് വരുന്നത് കേട്ടോ. വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് തന്നെ സ്പ്രേ ചെയ്യുന്ന കൃഷി രീതിയാണ് എയറോപോണിക്സ്.
ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. പ്രകീർണനമാണ് ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. അപ്പം എന്താണ്? ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നാണ് അറിയപ്പെടുന്നത്. ശരിയാണല്ലേ? ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലാണോ കാണപ്പെടുന്നത്? ഇലക്ട്രോണുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മൾ ഒരു ആറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആറ്റത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട്. ഈ ന്യൂക്ലിയസിലുള്ളത് എന്തൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആറ്റത്തെ കുറിച്ചിട്ടൊക്കെ 9ാം ക്ലാസ്സിൽ SCERT കെമിസ്ട്രിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറയുന്നതാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത്. ഇനി ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ, ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ തെറ്റാണല്ലേ, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നതല്ല അല്ലേ? ഓക്കെ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ശരിയാണല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന കോഡ് തന്നെയാണ്. PEN-RTC എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ടല്ലോ, അറിയാലേ? PEN-RTC എന്ന് പറയുന്നത് ഒരു കോഡുണ്ട്. നമുക്ക് ഓരോരുത്തരും എന്താണ് കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ഒരു കോഡ്. അപ്പോൾ നമുക്ക് പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്? പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല കേട്ടോ. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന് മൈനസ് ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല. ഇനി ഓരോന്ന് കണ്ടുപിടിച്ച് നമ്മൾ PEN-RTC ആണെന്ന് പറഞ്ഞു അല്ലേ? PEN-RTC ആണെന്ന് പറഞ്ഞു. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് T ആണല്ലേ? തോംസൺ ആണ്. ജെയിംസ് തോംസൺ ആണ്. JJ തോംസൺ ആണ്. T ആണ്. തോംസൺ ആണ്. ഇനി എന്താണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. ചാഡ്വിക് ആണ് കേട്ടോ. അപ്പോൾ PEN-RTC എന്ന് പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? 1, 3 ആണല്ലേ ശരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഏത് സന്ദർഭത്തിലാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പഠിച്ചു വയ്ക്കുക നന്നായിട്ട്. അപ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് സിങ്ക് ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകും? ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്? സിങ്ക് ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇവിടെ സിങ്ക് ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം വേണ്ട, ഹൈഡ്രജൻ മാത്രം മതി. ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണല്ലോ HCl എന്ന് പറയുന്നത്. അറിയാലല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? അയിരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എപ്പോഴും. ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഈ തന്നിരിക്കുന്ന ഇരുമ്പിൻ്റെ അയിര് എന്ന് പറയുന്നത് ഏതാണ്? ഹാമറ്റൈറ്റ് ആണല്ലേ? ഹാമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ അയിര് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ ഈ കലാമിൻ എന്ന് പറയുന്നത്. കലാമിൻ ഏത് ലോഹത്തിൻ്റെയാണ്? സിങ്കിൻ്റെയാണ് കലാമിൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി ബോക്സൈറ്റ് ഏതിൻ്റെയാണ്? ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെയാണല്ലേ? ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെയാണെന്ന് നമുക്കറിയാം. ഇനി കുപ്രൈറ്റ് എന്തിനെയാണ്? കുപ്രൈറ്റ് കോപ്പറിൻ്റെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മെ? അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റ്, സിങ്കിൻ്റെ കലാമിൻ, ഇനി ഇരുമ്പിൻ്റെയാണ് ഹാമറ്റൈറ്റ്. ഓക്കെ. നെക്സ്റ്റ്, പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? അപ്പോൾ ഒരു ചെടി ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അല്ലേ? ഒരു ചെടി ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചെടി വെറുതെ ഇരിക്കുകയാണ്. അതെങ്ങാണ്ട് പെട്ടെന്ന് താഴേക്ക് പതിക്കുകയാണ്. അപ്പോൾ എന്ത് ഊർജ്ജമാറ്റമാണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒരു ചെടിച്ചട്ടി വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ്? സ്ഥിതികോർജ്ജമാണ് ഉള്ളത് അല്ലേ? സ്ഥിതികോർജ്ജമാണ്. ഒരു ചെടിച്ചട്ടി വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്ഥിതികോർജ്ജമാണുള്ളത്. അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഗതികോർജ്ജമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഗതികോർജ്ജം കൂടാണല്ലേ ചെയ്യുക? ഗതികോർജ്ജം കൂടാണ് ചെയ്യുക. കാരണം അത് വെറുതെ ഇരിക്കുകയായിരുന്നു, അത് പെട്ടെന്ന് താഴേക്ക് വീഴാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് ചലിക്കുകയാണ് അല്ലേ? അപ്പോൾ ഗതികോർജ്ജം എന്ത് ചെയ്യും? കൂടി. ഇനി സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ എപ്പോഴും സ്ഥിതി ചെയ്യാൻ
ചലിക്കാനുള്ള ഒരു ഊർജ്ജം അല്ലേ, അങ്ങനെ വെറുതെ ഇരിക്കുന്നതിനുള്ള ഊർജ്ജത്തെയാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറയാണല്ലേ ചെയ്യുന്നത്, പെട്ടെന്ന് അത് ചലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ സ്ഥിതികോർജ്ജം കുറയുകയാണെങ്കിൽ ചെയ്യുക, വെറുതെ ഇരിക്കുന്നത് കുറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ സ്ഥിതികോർജ്ജം കുറയുന്നു. അപ്പോൾ എന്താണ് വരുന്നത്, ഏതാണ് ആൻസർ വരുന്നത്, ഗതികോർജ്ജം വർദ്ധിക്കുന്നു സ്ഥിതികോർജ്ജം കുറയുന്നു. ഗതികോർജ്ജം വർദ്ധിക്കുന്നു സ്ഥിതികോർജ്ജം കുറയുന്നു. മനസ്സിലായല്ലോ അല്ലേ? അതായത് നമ്മൊരു ചെടിച്ചട്ടി എടുക്കുകയാണ്, നമ്മൊരു ചെടിച്ചട്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ ചെടിച്ചട്ടി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് ഇത് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, സ്ഥിതികോർജ്ജമാണുള്ളത്. സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്, വെറുതെ ഇരിക്കുന്ന ഒരു സംഭവങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. അത് ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണ്, ഗതികോർജ്ജമാണ്. അപ്പോൾ അത് പെട്ടെന്ന് താഴേക്ക് വീണു, അങ്ങനെ താഴേക്ക് വീണപ്പോൾ അത് ചലിച്ചു അല്ലേ. ചലിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ഗതികോർജ്ജം ഉണ്ടായി. അങ്ങനെ അപ്പോൾ എന്ത് സംഭവിച്ചു, ഗതികോർജ്ജം കൂടാണല്ലേ ചെയ്തതെന്ന് ചടിച്ചിട്ട് ഇങ്ങനെ വീഴാണെന്നുണ്ടെങ്കിൽ ഗതികോർജ്ജം കൂടി. സ്ഥിതികോർജ്ജം ചിരിക്കാനുള്ള ടെൻഡൻസി ഒക്കെ കുറഞ്ഞു അല്ലേ, പെട്ടെന്ന് വീഴാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥിതികോർജ്ജം കുറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏതാണ്? വിസർജനാവയവം അല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ? ഹൃദയമാണല്ലേ. ഹൃദയം എന്ന് പറയുന്നത് വിസർജനാവയവമാണോ? അല്ല. വൃക്ക എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, യൂറിയൊക്കെ നിർമ്മാണം നടക്കുന്ന എവിടെയാണ്, വൃക്കയിലാണ്. അപ്പോൾ നമുക്കറിയാം അതൊരു വിസർജനാവയവമാണ്. തൊക്കിൽ നടക്കുന്നുണ്ട് അല്ലേ, തൊക്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് വിയർപ്പ് ഗ്രന്ഥികളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നതും ഒരു വിസർജനം തന്നെയാണോ നടക്കുന്നത്. അപ്പോൾ അപ്പോൾ ത്വക്കെന്ന് പറയുന്നതും എന്താണ്, ഒരു വിസർജനാവയവം തന്നെയാണ്. അതുപോലെ തന്നെ ശ്വാസകോശം എന്ന് പറയുന്നതും നമുക്കറിയാലേ, പദാർത്ഥ സംവഹനം നടക്കുന്നുണ്ട്, ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഇടുന്നു. അതുപോലെ തന്നെ എന്താണ്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എന്താണ്, വിസർജനാവയവമാണ്. ഹൃദയം എന്ന് പറയുന്ന ഒരു വിസർജനാവയവം അല്ല. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കോഡ് ഉണ്ട് കേട്ടോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എടുക്കാം. വൈറസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വൈറസ് ബാക്ടീരിയ SCRT ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, എല്ലാ ക്ലാസ്സുകളിലും വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ വൈറസ് ആ ഒരു ഭാഗമാണല്ലേ, രോഗങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ്. കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് SCRT ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങാത്തവർക്കും അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞവർക്കും റിവൈസ് ചെയ്യാനായിട്ട് നമ്മൾ പുതിയ SCRT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം എടുത്ത് പറഞ്ഞ് പോകുന്നവയാണ്. മെയിനായിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും വെച്ച് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോകുന്ന ഒരു ചാപ്റ്റർ വൈസ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ സയൻസും അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞത്, വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എലിപ്പനി എന്ന് പറയുന്നത് എന്താണ്? എയ്ഡ്സ് എന്ന് പറയുന്നത്, നമുക്ക് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്താണ്? എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്ന് നമുക്ക് നോക്കാം. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ആണല്ലേ. അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന് പറയുന്നതാണ് എന്ത്, എയ്ഡ്സ് എന്ന് പറയുന്നത്. ഈ എലിപ്പനി എന്ന് വെച്ചാൽ എന്താണ്? എലിപ്പനി എന്ന് പറയുന്നത് റെഡ് ഫീവർ ആണല്ലേ എലിപ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫ്തീരിയ, ക്ഷയം എന്നിവയൊക്കെ ഏത് രോഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? എയ്ഡ്സ് കേട്ടോ. അക്യൂമോണി ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് പറയുക. അപ്പോൾ എയ്ഡ്സ് എന്ന് പറയുന്നതാണ് വൈറസ് മൂലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എലിപ്പനി, ക്ഷയം, ഡിഫ്തീരിയ എന്നിവയൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ, എലിപ്പനി, ക്ഷയം. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത് അതിൽ? ന്യൂമോണിയ, അതുപോലെ തന്നെ പെർട്ടൂസിസ്, വില്ലൻ ചുമ എന്നിവയൊക്കെ എന്താണ്? ബാക്ടീരിയ രോഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എംഫസീമയാണ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ എന്ന് പറയുന്നത് ഇലാസ്തികത, വായുറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ടു പൊട്ടുന്നത് എംഫസീമയാണ്. നെക്സ്റ്റ്, നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? LC ആണ്. കുഷ്ഠരോഗ നിർമ്മാണത്തിനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി LC ആണ്. നെക്സ്റ്റ്, 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 2023 പരിസ്ഥിതി ദിന സന്ദേശമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നാണ് 2023 തീമായിരുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക.
നെക്സ്റ്റ്, ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? ദഹനഫലമായിട്ട് പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? അമിനോ ആസിഡ് ആണ് അല്ലേ? അമിനോ ആസിഡ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ വൈറ്റമിൻ്റെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ധാതുക്കളെ കുറിച്ച്, ലവണങ്ങൾ, പ്രോട്ടീൻ, അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ അമിനോ ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? ദഹനഫലമായിട്ട് പ്രോട്ടീൻ വിഘടിച്ചിട്ടുണ്ടാകുന്ന ലഘുഘടകമാണ്. അപ്പോൾ നമുക്ക് SCERT ഭാഗത്ത് നിന്ന് വരുന്ന ആ ഭാഗം നമുക്ക് നോക്കാം. പ്രോട്ടീൻ വരുന്ന ഭാഗം ഏതാണെന്ന് നമുക്ക് നോക്കാം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശരീരനിർമ്മിതിക്ക് സഹായിക്കുന്ന ആഹാര ഘടകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടീനാണ്. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ധാന്യങ്ങളാണ് പ്രധാനമായിട്ട് ഊർജ്ജോൽപാദനം ചെയ്യുന്നത്. അതിൻ്റെ അഭാവത്തിലാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീനും ഈ ഊർജ്ജോൽപാദനം ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ എന്നിവയൊക്കെ കാർബോഹൈഡ്രേറ്റിലും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ്ജോൽപാദനത്തിനും പ്രോട്ടീൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ്. ഇനി ഇതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കോശിയോർക്കറാണ്. പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് കോശിയോർക്കറാണ്. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയറ് വീർത്തുമാണ് ഇരിക്കുന്നത്. അപ്പോൾ കോശിയോർക്കർ പഠിച്ചു വയ്ക്കുക. പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോശിയോർക്കർ. ഇനി നമുക്ക് ധാന്യത്തെക്കുറിച്ച് നോക്കാം. നമുക്ക് പ്രോട്ടീനെ കുറിച്ച് പഠിച്ചു, വൈറ്റമിൻസിനെ കുറിച്ച് പഠിച്ചു അല്ലേ. നമുക്ക് ധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് CHO എന്നുള്ളത് കിട്ടൂലേ. അങ്ങനെയെങ്കിലും പഠിച്ചാൽ മതി. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് ധാന്യത്തിലുള്ളത് കേട്ടോ. ധാന്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം എന്ന് പറയുന്നത്. ഊർജ്ജം നൽകുക എന്ന് പറയുന്ന മുഖ്യധർമ്മം ധാന്യത്തിനാണുള്ളത്. ധാന്യം ഇല്ലാന്നുണ്ടെങ്കിൽ, പ്രസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ മാംസ്യം, പ്രോട്ടീനും ഇത് ചെയ്യുന്നതാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ എന്താണ്? ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിലും അന്നജ രൂപത്തിൽ എന്തുണ്ട്? കൂടുതലായിട്ട് ധാന്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യം നിർമ്മിച്ചിരിക്കുന്നത്. ഊർജ്ജോൽപാദനമാണ് അതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ അതിൻ്റെ വിവിധ രൂപങ്ങളാണ്. അതുപോലെ തന്നെ ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും അന്നജത്തിൻ്റെ രൂപത്തിലാണ് ഈ ധാന്യം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇനി കൊഴുപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലോ, നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. കൊഴുപ്പ് എന്ന് പറയുന്നത് നമുക്ക് അധികമൊന്നും വേണ്ട, കുറച്ച് മതി അല്ലേ. കാരണം കൊഴുപ്പിൽ ലയിക്കുന്ന കുറേ വൈറ്റമിൻസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, വൈറ്റമിൻ K എന്ന് പറയുന്നത്. അപ്പം മത്സ്യം, മാംസം, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ കൊഴുപ്പ് ഏതെങ്കിലുമൊക്കെയാണുള്ളത്? മാംസ്യം, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നു. വിവിധ തരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പുകളാണ്. അപ്പോൾ എണ്ണയും നെയ്യൊക്കെ എന്താണ്? കൊഴുപ്പ് തന്നെയാണ്. പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പുകളാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചില വൈറ്റമിൻസ് കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ആഹാര ഘടകങ്ങളാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. മാംസ്യം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയൊക്കെ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ എണ്ണ, നെയ്യൊക്കെ കൊഴുപ്പിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ ഇതും ഊർജ്ജം പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റമിൻസ്, ചില വൈറ്റമിൻസ് ഒക്കെ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ എന്ന് പറഞ്ഞു. അതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തണം. ഇനി ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളാണ് ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രോട്ടീൻ മാംസത്തിൻ്റെ ഭാഗമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൊഴുപ്പിനെ കാണുന്നുണ്ടെങ്കിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് കേട്ടോ.
ഇനി അതുപോലെ തന്നെ വൈറ്റമിൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ധാതു ലവണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ധാതു ലവണങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ് എന്ന് പറയുന്ന ഒരു ധാതു ലവണമാണ്. ഇരുമ്പ് എന്തിനാണ് സഹായിക്കുന്നത്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഇരുമ്പാണ്. ഇനി ഇരുമ്പുള്ളത് ഏതിലൊക്കെയാണ്? ഇലക്കറികൾ, മത്തം, കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിലൊക്കെ എന്തുണ്ട്? ഇരുമ്പുണ്ട് കേട്ടോ. ഇലക്കറികൾ, മത്തം, കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിലൊക്കെ എന്തുണ്ട്? ഇരുമ്പുണ്ട്. അപ്പോൾ ഇരുമ്പ് എന്ന് പറയുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഇലക്കറികൾ, മത്തം, കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിലൊക്കെ എന്തുണ്ട്? ഇരുമ്പുണ്ട്. നെക്സ്റ്റ് കാൽസ്യം, ഫോസ്ഫറസ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് സഹായിക്കുന്ന കാൽസ്യം ഫോസ്ഫറസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ വൈറ്റമിൻ ഡിയിൽ കാൽസ്യം ഫോസ്ഫറസ് ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഡി ആണെന്ന് പറഞ്ഞു. ആ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് സഹായിക്കുന്ന കാൽസ്യം ഫോസ്ഫറസ് ആണ്. എന്തിലൊക്കെയാണ് ഈ കാൽസ്യം ഫോസ്ഫറസും ഉള്ളത്? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. ഇനി സോഡിയം എന്ന് പറയുന്നത് ശരീരത്തിൽ ആവശ്യമായി ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. സോഡിയം കൂടുതലായിട്ടുള്ളത് കറിയുപ്പിലാണ്. അപ്പോൾ സോഡിയം ശരീരത്തിൽ ആവശ്യമായി ജലം നിലനിർത്തുന്നു. കറിയുപ്പിലാണ് സോഡിയം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി അയഡിൻ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നത് അയഡിനാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നത് അയഡിനാണ്. ഇനി അയഡിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കടൽ വിഭവങ്ങളിലും അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തലയിലൊക്കെയാണ് അയഡിൻ കാണപ്പെടുന്നത്. കടൽ വിഭവങ്ങളിൽ കാണപ്പെടുന്നു അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തലയിലൊക്കെ അയഡിനാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇരുമ്പ് എന്ന് പറയുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഇരുമ്പ് കൂടുതലായിട്ടുള്ളത് ഇലക്കറികൾ, മത്തം, കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിലൊക്കെയാണ്. കാൽസ്യം ഫോസ്ഫറസ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നുണ്ട്. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിലുണ്ട്. ഇനി സോഡിയം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നു. കറിയുപ്പാണ് അതിലുള്ളത്. അതുപോലെ തന്നെ അയഡിൻ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നുണ്ട്. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിലൊക്കെയാണ് അയഡിൻ കൂടുതലായിട്ട് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോഷകപര്യാപ്ത രോഗങ്ങളാണ്. അതെപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. പോഷകഘടകങ്ങളുടെ അപര്യാപ്ത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇതിനെയാണ് പോഷകപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് നിശാന്തതയാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. വൈറ്റമിൻ എ എന്ന് പറയുന്നതിൻ്റെ അപര്യാപ്ത രോഗം നിശാന്തതയാണ്. നിശാന്തത എന്ന് വെച്ചാൽ എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാനായിട്ട് കഴിയില്ല. നിശാന്തത എന്ന് വെച്ചാൽ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് വായ്പുണ്ണാണ് അപര്യാപ്ത രോഗം. വായിൽ വ്രണങ്ങളാണ് ഉണ്ടാകുന്നത്. വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു കേട്ടോ. ഇനി വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് സ്കെർവിയാണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം സ്കെർവിയാണ്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്നു. നമ്മൾ പറഞ്ഞില്ലേ മോണയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ്. അപ്പോൾ സ്കെർവിയാണ് അപര്യാപ്ത രോഗം. ഇനി വൈറ്റമിൻ ഡിയുടെ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ കണ്ടല്ലോ അല്ലേ, കണ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നവയാണ് കേട്ടോ. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗം കണയാണ്. കണ എന്ന് വെച്ചാൽ എന്താണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയണം. ഇനി ഇരുമ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അനീമിയാണ് അപര്യാപ്ത രോഗം എന്ന് പറയുന്നത്. രക്തക്കുറവ്, വിളർച്ചയൊക്കെയാണ് അനീമിയയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അനീമിയയുടെ രക്തക്കുറവും വിളർച്ചയും. ഇനി അയഡിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ ഗോയിറ്റർ അപര്യാപ്ത രോഗം. അയഡിൻ്റെ അപര്യാപ്ത രോഗമാണ് ഗോയിറ്റർ. തൊണ്ടയിലെ മുഴയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എയുടെ നിശാന്തത. വൈറ്റമിൻ ബി വായ്പുണ്ണ്, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി കണ, ഇരുമ്പ് അനീമിയ, അയഡിൻ ഗോയിറ്റർ. ഇനി പോഷകേതര ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്. ജലം, നാരുകളാണ്. അപ്പം ജലം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? തലച്ചോറിൽ 85% ജലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2/3 ഭാഗം ജലമാണ്. അതുപോലെ തന്നെ തലച്ചോറിൻ്റെ 85% ജലമാണ്. രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരികമായ പ്രവർത്തനങ്ങളുടെ മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്നത് ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയുടെ പ്രതിദിനം 2 ലിറ്റർ ജലമാണ്
നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്നത്. അപ്പോൾ 85%, തലച്ചോറിന് 85%, അതുപോലെ തന്നെ രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% എന്താണ്? ജലമാണ്. ഇനി നാരുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യമാണ് നാരുകൾ. ഇവ പ്രധാനമായിട്ടും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സെല്ലുലോസ് കൊണ്ടാണ് നാരുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സസ്യാഹാരത്തിലൂടെയാണ് ലഭിക്കുന്നത്. ദഹിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ എങ്ങനെയായിരിക്കാം പോകുന്നത്? ശരീരത്തിന് പോഷകഗുണങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നാരുകൾ. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയൊക്കെ നാരുകളുടെ കലവറയാണ്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയൊക്കെ എന്താണ്? നാരുകളുടെ കലവറയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും നൽകിയിട്ടുണ്ട് അല്ലേ? ഫാറ്റി ആസിഡും ഗ്ലിസറോളും നമ്മൾ എന്തിനാണെന്ന് പറഞ്ഞു? എന്തിനായിരുന്നു എന്ന് പറഞ്ഞു? ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൊഴുപ്പിനെയാണെന്ന് പറഞ്ഞു അല്ലേ? കൊഴുപ്പിൻ്റെ ലഘുഘടകങ്ങളാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്ന് പറയുന്നത്. കൊഴുപ്പിൻ്റെ ലഘുഘടകങ്ങളാണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ നമ്മൾ പറഞ്ഞത് എന്തിനായിരുന്നു? കാർബോഹൈഡ്രേറ്റിലെ ധാന്യകത്തിൻ്റെയാണ് നമ്മൾ പറഞ്ഞത്. ധാന്യകത്തിൻ്റെയാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അമിനോ ആസിഡാണ് പ്രോട്ടീൻ്റെ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്നതിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഫംഗസ് ആണ് അല്ലേ? ഫംഗസ് ആണ്. അത് ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നത്, അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറയുന്നതൊക്കെ രോഗമൊക്കെ ഉണ്ടാകുന്നത് ഈ ഫംഗസ് മൂലമാണ്. നെക്സ്റ്റ്, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ്? ഏതിൻ്റെയാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ഇൻസുലിൻ്റെ അല്ലേ? ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് പ്രമേഹം ഉണ്ടാകുന്നതിന് കാരണം. നെക്സ്റ്റ്, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ആരോഗ്യ കിരണമാണ്. 18 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? കക്കോടി, കോഴിക്കോടാണ് കേട്ടോ. കക്കോടി, കോഴിക്കോടാണ് ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് കക്കോടി, കോഴിക്കോടാണ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണല്ലേ. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഇരട്ട സ്ഥലം ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ലഭിക്കും അല്ലേ? പെരികാർഡിയമാണ് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം എന്ന് പറയുന്നത്. ക്ഷയരോഗബാധ തടയുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? ക്ഷയരോഗബാധ തടയുന്നതിനായിട്ട് BCG ആണല്ലേ? BCG ആണ് ക്ഷയരോഗബാധ തടയുന്നതിനായിട്ട് പ്രതിരോധ വാക്സിൻ എന്ന് പറയുന്നത് BCG ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് STRT ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.